ജഗന്നിയന്താവായ പടച്ചറപ്പിനോട് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇനി എനിക്ക് ഖിയാമത്ത് നാൾ വരെ എന്നെ ശിക്ഷ ഭിന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഡയലോഗ്, ഇബ്ലീസിന്റേതായ ഡയലോഗ് പരിശുദ്ധമായ ഖുർആനിലൂടെ പരിപാലകൻ ലോകത്തോട് ഉണർത്തുന്നു. ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. മനുഷ്യരുടെ മുഴുവനും മാനവരാശികളെ മുഴുവനും വഴിതെറ്റിക്കാൻ വേണ്ടി അവർ പോകുന്നതായ ഋജുപാതയിലേക്ക് മുഴുവനും ഞാൻ തടസ്സമായിരിക്കും. ഏത് നിലക്കെന്നറിയുമോ? ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹു എന്ന ജഗന്നിയന്താവിനോട് ഇബ്ലീസ് കൊടുക്കുകയാണ്, പടച്ചറപ്പേ, നിന്റെ സൃഷ്ടികളായ സത്യവിശ്വാസികളായ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ മുൻഭാഗത്തും അവരുടെ പിൻഭാഗത്തും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും എന്ന് വേണ്ട ഒരൊറ്റ സൃഷ്ടികളെയും അധികം ആളുകളെ തന്നെ നന്ദിയുള്ള ദാസന്മാരായി ഞാൻ എത്തിക്കാത്ത നിലയ്ക്ക്, നിന്റെ അടുക്കൽ എത്തിക്കാത്ത നിലയ്ക്ക് അവരുടെ മുഴുവൻ സൽപാന്താവിലേക്കുള്ള വഴികളിൽ ഞാൻ ഇരിക്കുമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുന്നത് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. നിഷ്കളങ്കരായ സാത്വികരായ ഉലമാക്കളൊഴികെ അവരെ അല്ലാതെ ബാക്കിയുള്ളവരെ ആയിരിക്കാം നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് മറുപടി കൊടുത്തപ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദര, എന്തിനു വേണ്ടിയാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രവും ഈ ഖിസ്സയും നമ്മൾ പഠിച്ചതും നമ്മൾ കേൾക്കുന്നതും നമ്മളുടെ കാത് മുളച്ച കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള ഈ ചരിത്രം എന്തിനു വേണ്ടിയാ ഇത് വീണ്ടും ഈ വിരീതം ഇവിടെ ഉണർത്തുന്നത്? എന്തിനു വേണ്ടിയാ നിങ്ങളുടെ ഈ സമയം വളരെ ചുരുങ്ങിയ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് ഈ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുമെന്നത്? ഓർക്കണേ, പഠിക്കണേ. നിങ്ങൾ ഈ ചരിത്രത്തിന്റെ അവസാന തലങ്ങൾ പഠിക്കുമ്പോൾ അത് വസ്ത്രധാരണ രീതി പകരമായി ചിത്രീകരിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുന്നതായി നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ആദ്യമായിട്ട് ഇബ്ലീസ് നടത്തിയ വസ്വാസ് എന്തിന്റെ വിഷയത്തിലാ? അത് വസ്ത്രധാരണ വിഷയത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. ഈ വിനീതൻ പരിശുദ്ധമായ റജബ് മാസത്തിന് ഈ ശോഭനമായ രാത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ സാത്വികരായ ഉലമാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വിനീതം പറയുന്നു, ആദ്യമായിട്ട് ഈ ലോകത്ത് വസ്ത്രധാരണ രീതിയിലാണ് ഇബ്ലീസ് വികലമായി ചിത്രീകരിച്ചത്. ആദ്യമായിട്ട് ഇബ്ലീസിന്റെ കുതന്ത്രം നടന്നത് വസ്ത്രധാരണ രീതിയിലാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കറിയണോ, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് പുറത്താക്കണം. താൻ സ്വർഗത്തിൽ സ്വൈരവിഹാരത്തോടുകൂടി മലക്കുകളുടെ വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന എന്നെ ആ സ്വർഗത്തിൽ നാട്ടിയോടിക്കാൻ കാരണക്കാരനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത ത്വരയുമാണ് പിന്നീട് ഇബ്ലീസിന്റെ മനോമുഖരത്തിലേക്ക് കടന്നുകൂടുന്നത്. ഓരോ ദിവസവും അതിനുള്ള ചിന്തകളുമായിട്ട് അവൻ മുന്നേറി. എന്താണ് അതിനുള്ള തന്ത്രം? അവസാനമായി അവർ എത്തിച്ചേർന്നു സ്വർഗലോകത്ത് കഴിയുന്നതായ വ്യക്തിത്വങ്ങളുടെ വസ്ത്രം ഒഴിയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇബ്ലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. കാരണം അവൻ സ്വർഗത്തിൽ കഴിഞ്ഞവനാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം ഒരു സെക്കൻഡോ ഒരു നിമിഷമോ ഉരിയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. അത് മതിയല്ലോ. കാരണം തന്നെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇനി അവിടെ ആ സ്വർഗത്തിൽ ആരും തന്നെ വസിക്കണ്ട. അവിടെ കഴിയുന്നതായ ആദം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കണം. ഇതാണ് ലക്ഷ്യം. ഇതേ സമയത്ത് ഒന്നും തന്നെ അറിയാതെ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിലകൊള്ളുമ്പോ അവിടുത്തെ ഒരു വാരിയിൽ നിന്ന് ബീവി ഹവ്വായിനെ സൃഷ്ടിച്ചുകൊണ്ട് ജഗന്നിയന്താവായ പടച്ചറപ്പ് കൊടുക്കുന്ന ഓർഡർ എന്താ?
ആദമേ ഹവ്വേ നിങ്ങൾ രണ്ടാളുകളും സ്വർഗത്തിൽ രസിക്കുക, രമിക്കുക, എല്ലാ രീതിയിലും ആസ്വാദനത്തിലും ഏർപ്പെടുക. പക്ഷേ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദമേ ഹവ്വേ ഈ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. കളിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്തുകൊള്ളുക. ഈ സ്വർഗത്തിന്റെ സകല കായ്കനികളും ഭക്ഷിച്ചുകൊള്ളുക. പക്ഷേ ഒരൊറ്റ മരത്തിന്റെ കായ്കനികൾ നിങ്ങൾ അടുത്തു പോലും പോകരുത്. അതിന്റെ കായ്കനികൾ കഴിക്കരുതെന്ന് മാത്രമല്ല, അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത്. വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ഈ കാണുന്നതായ മരത്തിന്റെ കായ്കനികളിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പടച്ച റബ്ബ് ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോ ആ മരത്തിന്റെ കായ്കനികൾ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റേതായ ഭാഗത്ത് നിന്നുള്ളതായ ശിക്ഷയിറങ്ങും. എന്താണ് ശിക്ഷയെന്നറിയണ്ടയോ? സ്വർഗത്ത് വസിക്കുന്നതായ ജനങ്ങളുടെ വസ്ത്രം ഉരിയപ്പെടും. വസ്ത്രം ഉരിയപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു അവരെ ഇറക്കിവിടുമെന്നുള്ള വസ്തുത സ്വർഗത്തിൽ കഴിഞ്ഞ ഇബ്ലീസ് മനസ്സിലാക്കി. അവസാനം ചെല്ലുകയാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്ത് ഇബ്ലീസ് നടത്തിയ ആദ്യമായ വസ്വാസ് അതേ സൂറത്തുൽ അറാഫിലൂടെ മാലോകർക്ക് മുഴുവനും ദർശനമായിട്ട് തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആദരങ്ങളിലൂടെ മാലോകർ മുഴുവനും ദർശനമായി ഓതിക്കൊടുക്കുന്നു. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما. سبحان الله. എന്താ പറയുന്നത്? ശൈത്താനവരോട് ദുർബോധനം നടത്തിയത്രേ. ഹസ്രത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയപത്നിയായ ഹവ്വായിനോടും ദുർബോധനം നടത്തിയത്രേ. രണ്ടുപേരോടും ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളുകളും ഈ മരത്തിന്റെ കായ്കനികൾ കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് പടച്ച റബ്ബ് വിലക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. നിങ്ങളോട് രണ്ടാളുകളോടും നിങ്ങളോട് ഇത് കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം ഇല്ല أن تكونا ملكين أو تكونا من الخالدين. ഈ സ്വർഗലോകത്ത് നിങ്ങൾ ശാശ്വതരായി കഴിയുന്നതിനെ ഈ ലോകത്തിന്റെ പരിപാലകനായ നിങ്ങളുടെ സൃഷ്ടികർത്താവായ സർവ്വലോക സംരക്ഷകനായ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഈ ലോകത്ത് ഈ സ്വർഗലോകത്ത് നിങ്ങൾ സന്തോഷത്തോടുകൂടി ആനന്ദ തുന്തിലരായി നൃത്തം ചവിട്ടിക്കൊണ്ട് കഴിയുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ കായ്കനികൾ കഴിക്കരുത് എന്ന് നിങ്ങളോട് വിലക്കാനുള്ള മർമ്മപ്രധാനമായ കാരണം. അല്ലെങ്കിൽ നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക് അഥവാ 24 മണിക്കൂറും പടച്ചറപ്പിനെ ആരാധിക്കുന്നതായ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾ ഉയരുന്നതിനെ പുറത്തൊട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ കായ്കനികൾ കഴിക്കരുത് എന്ന് പ്രത്യേകം വിലക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു ഇബ്ലീസ് അവർക്ക് ദുർബോധനം നടത്തിയത്രേ. സുബ്ഹാനല്ലാഹ്. വഫീ ഖിറാഅത്തിൻ മലിക്കൈനി, മറ്റൊരു ഖിറാഅത്തിനുണ്ട് മലിക്കൈനി എന്ന്. ജലാലീനിലൊക്കെ ഉണ്ടത്. മുതഅല്ലിമീങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മലിക്കൈനി അഥവാ രാജാക്കന്മാരെ പോലെ നിങ്ങൾ തുടരുന്നതിനെ അല്ലാഹു വെറുത്തു. മാലാഖമാരെ പോലെ വസിക്കുന്നത് മാത്രമല്ല, മാലാഖമാരെ പോലെ കഴിയുന്നത് മാത്രമല്ല, ഈ സ്വർഗലോകത്ത് നിങ്ങൾ രാജാവും രാജ്ഞിയുമായി എന്നേക്കുമായി സുഖാഡംബരത്തോടുകൂടി കഴിയുന്നതിനെ പടച്ച റബ്ബ് വെറുത്തിരിക്കുന്നു. അവരത് ഇഷ്ടപ്പെടുന്നില്ല. ശാശ്വതികത്വം നിഷേധിച്ചുകൊണ്ടാണ് അല്ലാഹു നിങ്ങളോട് ഇതിന്റെ കായ്കനികൾ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹവ്വാഇന്റെയും ഹൃദയം ഒന്ന് ചെറുതായിട്ട് ചാഞ്ചല്യപ്പെട്ടു. അവരുടെ മനസ്സ് ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ്, മലക്കിന്റെ പദവിയിലേക്ക് ഉയരുകയോ? മലക്കിന്റെ പദവിയിലേക്ക് ഉയരുക. മനുഷ്യൻ ദുർബലനാണല്ലോ, അവൻ ടോയ്ലറ്റിൽ പോകേണ്ടതായി വരും, അവന് ഭക്ഷണം കഴിക്കേണ്ടി വരും, പാനീയങ്ങൾ ഉപേക്ഷിക്കാതെ പറ്റില്ല, അവന് കഴിക്കേണ്ടി വരും, പാനീയങ്ങൾ കഴിക്കേണ്ടി വരും. 24 മണിക്കൂറും അവൻ അതിനോട് ആർത്തിയുണ്ടാകുമെന്നാൽ മലക്കിന്റെ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യമില്ല, ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല. 24 മണിക്കൂറും ജഗന്നിയന്താവായ പടച്ചറപ്പിനെ ആരാധിക്കാനുള്ള സമയം നമുക്ക് കിട്ടുമല്ലോ എന്ന് ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കി. അങ്ങനെ ചിന്തിച്ചിട്ട് മഹാനവറുകളും അവിടുത്തെ പ്രിയതമയും കൂടി അതാ സ്വർഗത്തിൽ പടച്ചുറപ്പ് വിലക്കിയതായ കായ്കനി എടുത്തുകൊണ്ട് അവരുടെ നാവിലേക്കൊന്ന് വെച്ചതേയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്താ മോനെ സംഭവിച്ചത്? അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് വസ്ത്രധാരണ രീതി വികലമായി ചിത്രീകരിച്ചത് ഇബ്ലീസ് എന്തിനു വേണ്ടിയാ? പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ഫലമ്മാ ذاق الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة. ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീബി ഹവ്വാ രണ്ടുപേരും കൂടി ആ മരത്തിന്റെ കായ്കനികൾ അങ്ങെടുത്ത് നാവിലേക്ക് ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് രുചിക്കാൻ തുടങ്ങിയപ്പോ ബദത് ലഹുമാ സൗആതുഹുമാ, അവരെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് അവരുടെ രണ്ടുപേരുടെയും നഗ്നത വെളിവായി അത്രേ. ബദത് ലഹുമാ സൗആതുഹുമാ, ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പ്രിയപ്പെട്ട പ്രഥമ ഉമ്മയുടെയും വസ്ത്രം ഉരിയപ്പെട്ടുവത്രേ, അവരുടെ നഗ്നത വെളിവായി അത്രേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഉമ്മയും തെറ്റ് ചെയ്തു എന്നുള്ളതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാദം. ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, പുത്തൻ പ്രസ്ഥാനക്കാർ. മോനെ തിരിച്ചു വെച്ചോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമതല്ല. ആദം അലൈഹിസ്സലാം തുടങ്ങി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും മഅസൂമിങ്ങളാണ്, പാപം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ചുണക്കുട്ടികളാ നമ്മൾ. ഒരിക്കലും തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബാദികളും തെറ്റ് ചെയ്തു എന്ന് പറയരുത് മക്കളെ. പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ പഠിക്കണേ. ബദത് ലഹുമാ സൗആതുഹുമാ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഉമ്മയും ആ വിലക്കപ്പെട്ട കായ്കനികൾ കഴിച്ചപ്പോ അവരുടെ നഗ്നത വെളിവായി അത്രേ. എന്ത് ചെയ്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ? വസ്ത്രം ഉരിയപ്പെട്ടപ്പോ ഒരു സെക്കൻഡ് ആ ശരീരത്തിൽ നിന്ന് വിവസ്ത്രരായപ്പോ, ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും എന്ത് ചെയ്തെന്നറിയുമോ? يخصفان عليهما من ورق الجنة, സ്വർഗലോകത്തിൻ്റെതായ കായ്കനികൾ പറിച്ചെടുത്ത് അതിന്റെ ഇലകൾ പറിച്ചെടുത്ത് വേഗം തന്നെ ഒട്ടിച്ച് ശരീരത്തോട് ചേർത്ത് വെച്ചു അത്രേ. സുബ്ഹാനല്ലാഹ്, 24 മണിക്കൂറും വിവസ്ത്രനായി നടക്കുന്ന ഉമ്മമാർ, 20 മണിക്കൂറും തുണിയില്ലാതെ നടക്കുന്ന ഉമ്മമാരെ, തലേ തുണിയില്ലാതെ നടക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടപ്പോ, ശരീരത്തിൽ നിന്ന് വിവസ്ത്രരായി പോയപ്പോ അതാ വസ്ത്രം വേഗം തന്നെ അവരുടെ ശരീരത്തേക്ക് നഗ്നത മറയ്ക്കാൻ വേണ്ടി മറ്റൊരു വസ്ത്രമില്ലാതിരുന്ന സമയത്ത് അതേ സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചെടുത്ത് ശരീരത്തേക്ക് ചേർത്ത് വെച്ചു അത്രേ. എന്നാൽ തന്നെയും അള്ളാഹു ഇറക്കി വിട്ടു അവരെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തിന്റെ കാരണം കൊണ്ടാ? അവരതാ വിലക്കപ്പെട്ട കായ്കനികൾ കഴിച്ചതിന്റെ കാരണമല്ല, അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കി വിട്ടത്. കാരണം അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ
മുഫസ്സിറിന്റെ വിവിധ ആയത്തുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആൻ എന്നിട്ട് ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വായിനെയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അലം അൻഹകുമാ അൻ തിൽകുമാ അശ്ശജറ വഅഖുൽ ലകുമാ ഇന്ന അശ്ശൈത്വാന ലകുമാ അദുവ്വുൻ മുബീൻ. ഓ ആദമേ ഹവ്വേ, എന്റെ പ്രിയപ്പെട്ട സൃഷ്ടികളെ, നിങ്ങളോട് വിലക്കപ്പെട്ടതായ കായ്കനികൾ നിങ്ങൾ എന്തിനാ കഴിച്ചത്? പടച്ചറപ്പ് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് വിലക്കിയതല്ലായിരുന്ന കായ്കനികളെ അത് കഴിച്ചത് കാരണമല്ലേ നിങ്ങളുടെ വസ്ത്രം ഉരിയപ്പെട്ടത്? ആ വസ്ത്രം ഉരിയപ്പെട്ടതിന്റെ പേരിലല്ലേ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കാനുള്ള കാരണം? നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവായിട്ട് ഇബ്ലീസിനെ നാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകിയതല്ലയോ? പക്ഷേ കോലം മാറി രൂപം മാറി വന്ന ഇബ്ലീസിന്റേതായ കുതന്ത്രത്തിൽ പെട്ടുപോയ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അത് പടച്ചറബിന്റെ തഖ്ദീറാണ്, അള്ളാഹു കണക്കാക്കിയതാണ്. രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടുന്നു, ദുനിയാവിലേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് ഇറക്കി വിടുമ്പോൾ പടച്ചറബ് അവരോട് കൊടുക്കുന്ന ഉപദേശം പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകത്തുള്ള സർവ്വ ആദം സന്തതികളെ മക്കളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ അറാഫിലൂടെ പരിശുദ്ധമായ ഖുർആൻ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വായിനെയും ആ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാനുള്ള കാരണം അവർ വിവസ്ത്രയായതുകൊണ്ടാ, അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഉരിയപ്പെട്ടിട്ടാ എന്ന് ചരിത്രം മുഴുവനും ഖുർആൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പടച്ചറബ് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? യാ ബനീ ആദം സന്തതികളെ, ഒരിക്കലും തന്നെ പിശാചിന്റെ വലയിൽ നിങ്ങൾ പെട്ടുപോയി ഫിത്നയിലാകരുതേ. എന്തേ കാരണം? അവൻ ഫിത്നയിലാക്കുന്നത് എങ്ങനെയാ? ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ മിൻ സൗആതിഹിമാ. നിങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പയും ഉമ്മയും അതേ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രഥമ ഉമ്മയും ഉണ്ടല്ലോ, അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടതുകൊണ്ട് പോലെ നിങ്ങളെയും ഇബ്ലീസ് ഫിത്നയിലാക്കാതിരിക്കട്ടെ, ശൈത്താൻ നിങ്ങളെയും അവന്റെ കുതന്ത്ര വലയത്തിൽ പെടാതിരിക്കട്ടെ. പടച്ചറബ് ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കലും തന്നെ സത്യവിശ്വാസികൾ പെട്ടുപോകരുത്. ശരീരത്തിലേക്ക് അവർക്ക് തെളിഞ്ഞിരിക്കുന്ന പടച്ചറബ് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഈ വസ്ത്രം വികലമായ രീതിയിലേക്ക് ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ അവന്റെ മാരാവലയത്തിൽ പെട്ടിട്ട് ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് വിഘാതമാകുന്നതായ ഒരു രീതിയിലും നിങ്ങൾ പ്രവർത്തിക്കരുതേ. ചിന്തിച്ചു നോക്ക് സഹോദര, ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാൻ കാരണക്കാരായി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയുമെങ്കിൽ 24 മണിക്കൂർ മുബസ്സറായി നടക്കുന്ന ഉമ്മമാരെ, മോശമായ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്ന ചെറുപ്പക്കാരെ, നമുക്കെങ്ങനെയാ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതാനങ്ങളുടെ മുന്നിൽ നമുക്ക് പോയി നിൽക്കാൻ സാധിക്കുക? ആ സ്വർഗത്തിന്റെ പരിമളം പോലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമോ? ചിന്തിക്കൂ സഹോദര, പൊട്ടിക്കരയോ. ഈ പരിശുദ്ധമായ രാത്രിയിൽ നിന്റെ കണ്ണുനീരുകൊണ്ട് ഈ ശോഭനമായ രാത്രി ഒന്ന് ത്രസിക്കട്ടെ. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നീ കണ്ണീരോടുകൂടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവല്ല, എന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ ഈ പരിശുദ്ധമായ മജ്‌ലിസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഞാൻ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷങ്ങളിൽ മോശമായ രീതിയിൽ വസ്ത്രധാരണ രീതി നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുമെന്നേ. അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് വിശാലമായവനാ, അവന്റെ മർഹമത്ത് വിശാലമായവനാ. നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മാസത്തില് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരഞ്ഞു പ്രാർത്ഥിക്ക്. മോളെ, എന്തിനു വേണ്ടിയാ നമുക്ക് വസ്ത്രം അല്ലാഹു നൽകിയിരിക്കുന്നത്? നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ പഠിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാ അല്ലാഹു നമുക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത്?